അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മാമലക്കണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ മലയാറ്റൂർ വ്ളോഗിൽ പറഞ്ഞായിരുന്നു, മാമലക്കണ്ടം എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാട്ടരുവി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പോകുന്ന വഴി എന്തെല്ലാം തരം വിഷ്വൽസാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗ്രീനറി, നേച്ചർ, ക്ലോസ് ടു നേച്ചർ, അങ്ങനൊരു സ്ഥലമാണ് മാമലക്കണ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, എൻജോയ്. നമ്മളിന്ന് മാമലക്കണ്ടം പോകാൻ പോകുന്നത് CB350ലാണ്. അപ്പോൾ ഞാൻ നേരത്തെ മാമലക്കണ്ടം പോയിട്ടുണ്ട്, പക്ഷേ ഇതൊരു പൾസർ NSലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൾസർ NS എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്, അഡ്വഞ്ചർ സ്പോർട്ട് ടൈപ്പ് വണ്ടിയാണ്. ഇത് ഒരു ക്രൂയിസിങ് ടൈപ്പ് വണ്ടിയാണ്. ബേസിക്കലി ലോങ് ഹൈവേസിൽ ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. പക്ഷേ ഇത് ഓഫ് റോഡ് കേപ്പബിലിറ്റീസിൻ്റെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തോ, ഓഫ് റോഡ് പെർഫോമൻസ് CB350ക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ പോകുന്ന വഴിയാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് കുറച്ച് നേരം നിർത്തിയ പാലത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തട്ടേക്കാട് നിന്നാണ് ഞാൻ കൂടെ കൂട്ടുന്നത്. റോഡിൻ്റെ വലതുവശത്ത് കാണുന്നത് തട്ടേക്കാട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററാണ്. അവിടെ നിന്നാണ് തട്ടേക്കാട് സാങ്ച്വറിയിലേക്കുള്ള എൻട്രൻസ്. ഞാൻ തട്ടേക്കാടിനെ കുറിച്ച് വേറൊരു സെപ്പറേറ്റ് വ്ളോഗ് തന്നെ ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം. നമ്മളങ്ങനെ തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുട്ടമ്പുഴ ചെന്നിട്ട് വേണം മാമലക്കണ്ടത്തേക്ക് തിരിയാനായിട്ട്. ഈ റോഡ് ഭയങ്കര നല്ല റോഡാട്ടോ. ഇവിടെ തട്ടേക്കാട് കുട്ടമ്പുഴ റോഡ് വളരെ നല്ല റോഡാണ്. എനിക്ക് തന്നെ അധികം കാലമായിട്ടില്ല എന്ന് തോന്നുന്നു ഇത് റിനോവേറ്റ് ചെയ്തിട്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് എക്സ്പീരിയൻസാണ്. ഞാൻ ഈ വീഡിയോ അല്പം ഫാസ്റ്റ് അടിച്ചാണ് വിടുന്നത്, ഇത്ര സ്പീഡിലല്ല ഞാൻ വണ്ടി ഓടിക്കുന്നത്. കാരണം അത്രയും നമുക്ക് വീഡിയോ കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ചിലപ്പോൾ വീഡിയോ ചെറുതായിരിക്കില്ല, വളരെ വലിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റ് അടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങ് ദൂരത്തേക്ക് ആ മലകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മലയിലൊക്കെ കോട ഇറങ്ങുന്നത് കാണാം. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. മാമലക്കണ്ടൊക്കെ അങ്ങ് ആ മലയിലേക്കാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി തന്നെ, രണ്ട് സൈഡ് നല്ല പച്ചപ്പുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് തന്നെയാണ് ഈ കാണുന്നത്. ഈ റോഡിന്റെ ഇടതുവശത്തായിട്ട് കുറച്ച് വീടുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പുഴയാട്ടോ. ഇത് ഏത് പുഴയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത് തോന്നുന്നത് പെരിയാറിന്റെ തന്നെ ഒരു ട്രിബ്യൂട്ടറി ആവാനാണ് സാധ്യത. അപ്പം ഈ പെരിയാർ ഉത്ഭവിച്ച് വരുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ട്രിബ്യൂട്ടറികൾ ഏതോ ആണത്. അപ്പം ഇത് കുട്ടമ്പുഴ കൂടിയാണ്, തട്ടേക്കാട് കൂടിയാണ് അങ്ങ് ആലുവയിലേക്ക് ചെന്ന് മീറ്റ് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈഡായിരുന്നു ഇത്. നമുക്ക് തട്ടേക്കാടിന്ന് ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് റൈഡ് ചെയ്താൽ നമ്മൾ കുട്ടമ്പുഴ ടൗൺ എത്തും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് തിരിയേണ്ടത്. അധികം വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ റൂട്ടിൽ. കണ്ട ലെഫ്റ്റ് സൈഡിൽ പുഴ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഒരു മഴ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളമുണ്ട് പുഴയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഷട്ടറൊക്കെ ഡാമിൻ്റെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ വെള്ളം വരുന്ന ഇടമലയാർ ഡാമിൽ നിന്നായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഷട്ടർ തുറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഴേൻ്റെ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന അരുവികളിൽ നിന്നുള്ള കാട്ടരുവികളിൽ നിന്നുള്ള വെള്ളമൊക്കെ ആയിരിക്കും ഇവിടേക്ക് വെള്ളം വരാനുള്ള സാധ്യത. ഇപ്പം നല്ല ഒഴുക്കുണ്ട് പുഴയിൽ. അങ്ങനെ നമ്മൾ കുട്ടമ്പുഴ ടൗൺ എത്തി. നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് മാമലക്കണ്ടത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ കുട്ടമ്പുഴ ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടുന്ന് കാണുന്ന കാഴ്ച ഇതാട്ടോ. നല്ലതായിട്ട് വെള്ളം പോകുന്നുണ്ട് ഇപ്പം. പിന്നെ ചെറിയൊരു മഴയും നല്ലൊരു ആംബിയൻസ് തന്നെ. ഒരു ഫോറസ്റ്റ് ടൗണിൻ്റെ ഒരു നല്ലൊരു മൂഡ് ഇതുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കാട്ടരുവി പാസ് ചെയ്യുന്നുണ്ട്. നല്ല ഒഴുക്കാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട്. ഇതൊരു ടൗൺ എങ്ങനെ ഉപരി ഒരു ഫോറസ്റ്റ് ടൗൺ എന്ന് ശരിക്കും തന്നെ വിശേഷിക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഒരു കാഴ്ച. ഞാൻ ടൗണിൽ ചായ കുടിക്കാൻ കയറിയ കടയിൽ നിന്ന് എനിക്ക് കാണുന്ന കാഴ്ച ഇതാ. ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ.
ചായ കുടിക്കാൻ ഇങ്ങനെയുള്ള അടുത്ത് നിന്ന് ചായ കുടിക്കണം. സൂപ്പർ തന്നെ. ഞാനങ്ങനെ ചൂട് ചായയൊക്കെ കുടിച്ച് എൻ്റെ യാത്ര തുടർന്നു. ഇതൊരു കൊച്ചു ടൗണാണ് കുട്ടമ്പുഴ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടത്തേക്കുള്ള ഡീവിയേഷൻ കണ്ട. ഇവിടെ ടൗണിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ കണ്ട. ഇവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. ഒരു ചെറിയ റോഡാണിത്. ചെറിയ മഴക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പോണ വഴി ഒരു മഴ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇനി കുറച്ച് മഴ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമം കാണുന്നുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോറസ്റ്റ് വഴി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ കുട്ടമ്പുഴ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം പിന്നിട്ട് നമ്മളൊരു ഫോറസ്റ്റ് റോഡിൽ കൂടെ കയറി വന്നിട്ടുണ്ട്. ഇനി ഈ വഴി കൂടിയാണ് നമ്മൾ മാമലക്കണ്ടം പോകാൻ പോകുന്നത്. നമ്മൾ റോഡിൻ്റെ 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഇനി ഇവിടെ നിന്നൊരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്, അത് നോക്കിയാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് തിരിയാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബോർഡിൽ ലെഫ്റ്റിലേക്ക് മാമലക്കണ്ടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വേണം നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാൻ. പോണ വഴിക്ക് കുറച്ച് കുട്ടികളിങ്ങനെ പോകുന്ന കണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരു ഹായ് ഒക്കെ കൊടുത്തു. അവർ നമ്മളെ തിരിച്ചറിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല, നമ്മളൊരു ചെറിയൊരു യൂട്യൂബർ ആയതുകൊണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയൊരു ചപ്പാത്ത് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് നിർത്തി. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടമ്പുഴ ടൗണിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തിട്ട് മാമലക്കണ്ട റൂട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഫോറസ്റ്റാണ് കാണുന്നത്, ചുറ്റും കാണുന്ന എല്ലാം ഫോറസ്റ്റാണ്, നല്ല കൊടുങ്കാടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാമലക്കണ്ടം പോകുന്ന റൂട്ട് ഇത് അങ്ങനെയാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു കാട്ടരുവി കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള വിഷ്വൽസൊക്കെ അതിമനോഹരമായിരിക്കും എന്ന് വിശ്വസിക്കും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇച്ചിരി ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് വഴിയൊക്കെ എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് അറിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നു മാമലക്കണ്ട സ്കൂൾ വരെ എത്തിപ്പെടാനാണ്. ഓക്കെ, നമുക്ക് പോണ വഴിയുടെ വിശ്വസിച്ചാണ്. നിങ്ങളെൻ്റെ മലയാറ്റൂർ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് മലയാറ്റൂർ പ്ലാന്റേഷൻ റോഡിൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമലക്കണ്ട എന്ന് പറഞ്ഞ സ്ഥലം ഒരു പക്ക ഓഫ് റോഡ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരാൻ. ഇപ്പോൾ ഈ പോകുന്ന റോഡ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പം തന്നെ നല്ല രീതിയിൽ ഓഫ് റോഡായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതൊരു സ്ഥിരം ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന റോഡൊന്നുമല്ല, ഇതൊരു ഫോറസ്റ്റിൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സൗകര്യം. ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു കുഴിയൊക്കെ കാണുന്നുണ്ട് റോഡിൽ. വണ്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എടുത്തു പോകുന്നത് ഇവിടെ നിന്ന്. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരാം. നിങ്ങളുടെ വണ്ടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ പെർഫോമൻസുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടാകും ഇതിൽ കൂടെ ഓടിച്ചു പോകാൻ. ഇതിപ്പോൾ നമ്മളൊരു ക്രോസ് റോഡ് പോലെ സ്ഥലത്ത് നിന്നുണ്ട്. ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് പോകുന്നുണ്ട്. ഇടത്ത് പോകണോ വലത്ത് പോകണോ? വലത്തോട്ട് പോയി നോക്കാം. കണ്ടിട്ട് അവിടെ കുറച്ചും കൂടെ വഴി കാണുന്നുണ്ട്. ഇടത്തോട്ടേക്ക് അങ്ങനെ അധികമൊന്നും കാണുന്നില്ല. വേറൊരാളും ഈ റൂട്ടിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരങ്ങനെ വരുന്ന സ്ഥലമൊന്നുമല്ല. ഇതൊരു ഫോറസ്റ്റ് റോഡാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആൾക്കാർ കുറച്ച് മാമലക്കണ്ടം എന്നുള്ളൊരു ട്രെൻഡ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷമാണ് ആൾക്കാർ അധികം അങ്ങനെ മാമലക്കണ്ടമൊക്കെ അങ്ങനെ റൈഡ് പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ സ്ഥലമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് പരിചയമുള്ള സ്ഥലമൊന്നും അല്ല. പിന്നെ ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ വഴി വരാറുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റോഡില്ല, ഈ റോഡൊന്നും കാണുന്നില്ല. ഇത് കുഴിയൊക്കെയാണ് മിക്കയിടത്തും, ഒക്കെ പോയി കിടക്കുക, ഒക്കെ ഓഫ് റോഡ് തന്നെ.
സൈഡും ഫുൾ കാടാണ്. നല്ലൊരു പച്ചപ്പ്, പിന്നെ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കൊരു റൈഡ് പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. പിന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ ഓഫ് റോഡിന് പറ്റിയ വെഹിക്കിൾസായിട്ട് വരാം. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. നമ്മൾ നോർമൽ റെഗുലർ കാറുകളൊക്കെ അല്ലെങ്കിൽ ബൈക്സൊക്കെ നമുക്ക് ചിലപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാറൊക്കെ കൊണ്ടാണ് നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു 4x4 അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസൊക്കെ ഉള്ള ഓഫ് റോഡിങ് ടൈപ്പ് കേപ്പബിലിറ്റി ഉള്ള വണ്ടികളിൽ വരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നോർമൽ വണ്ടികളിലും വരാം, പക്ഷേ അങ്ങനെ ഞാൻ പറയില്ല നോർമൽ വെഹിക്കിൾസ് കൊണ്ട് വരാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താൽ ചിലപ്പോൾ അടി മുട്ടാം, ഗ്രൗണ്ട് ക്ലിയറൻസിലൊരു ഇഷ്യൂ വരാം. അപ്പോൾ പ്രിഫറബിളി നിങ്ങൾ വരുമ്പോൾ ഒത്തിരി ഓഫ് റോഡിങ് ടൈപ്പ് വെഹിക്കിളിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിന് പറ്റിയൊരു റോഡാണിത്. പിന്നെ അഡ്വഞ്ചർ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റോഡാണ്. ഫോറസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഓടായിട്ടുള്ള ടൈമുകളിൽ വരാതിരിക്കുക, പകൽ വെളിച്ചമുള്ള ടൈമിലൊക്കെ വരാം. കാരണം മേ ബി ലേറ്റ് ഇൻ ദി ഈവനിങ് ടൈമിലൊക്കെ ചിലപ്പോൾ വൈകുന്നേരം നേരത്തൊക്കെ ചിലപ്പോൾ വൈൽഡ് അനിമൽസിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, ആനയും പുലിയൊക്കെ ഉള്ള പ്രസൻസൊക്കെ തന്നെയുള്ള ഏരിയ ഒക്കെ തന്നെയാണിത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഇനിയുള്ള വഴി നമുക്കിനി സ്ട്രെയിറ്റ് അങ്ങ് ഒരു കുന്ന് കയറി നമ്മളിഞ്ഞ് പോകുന്നു. നമുക്കിനി ഒരു കയറ്റം കയറിയൊക്കെ പോകണം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഓഫ് റോഡായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം എത്രത്തോളം നമുക്ക് പോകാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മുടെ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ടും നല്ല പച്ചപ്പും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളും ഒരു നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. റോഡ് മോശമായതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി പതുക്കെയാണ് ഓടിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് ഓടിക്കാനേ പറ്റുള്ളൂ ഇവിടെ. പിന്നെ റോഡ് തീരെ ചെറിയൊരു റോഡാണ്. നമുക്കവിടെ ദൂരത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം വണ്ടി അങ്ങ് നിർത്താൻ പോവാം. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് വന്ന വഴിക്ക് നമ്മൾ കണ്ട. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ പതഞ്ഞ് വെള്ളം ഇങ്ങനെ പാല് പോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ കൂടെ നോക്കി കാണാൻ പറ്റും. നമുക്ക് നല്ല ഒഴുക്കാണ്. ഇതെന്തോ കാട്ടരുവി മൂടിയാണ്. ഇപ്പം മഴ ചെറുതായിട്ട് നേരത്തെ മഴ പെയ്തായിരുന്നു. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് ചാറി വരുന്നത്. അതാണ് ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മഴേൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട് ഇപ്പം. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോണ വഴിക്കൊക്കെ നല്ല രീതിയിൽ കോടയൊക്കെ കണ്ടായിരുന്നു. ഞാൻ താഴത്ത് നിന്ന് കയറി വരുന്ന സമയത്ത് കണ്ടായിരുന്നു. അപ്പോൾ മുകളിലേക്ക് മലയിലേക്ക് കോടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ചിലപ്പോൾ കോടയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് ചാൻസിന് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. കാരണം കോടയും മഴയൊക്കെ വരുന്നതാണ് ആക്ച്വലി മാമലക്കണ്ടത്തിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. അയ്യോ, താഴത്തേക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കുറുകി നമുക്ക് വണ്ടി ഓടിച്ച് വേണം പോകാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ റെയറായിട്ടാണ് കാണാൻ കിട്ടുള്ളൂ. നല്ല സീനിക്കായിട്ടുള്ള പ്ലേസ്. നമുക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ പോകാം. അടിപൊളി ആണ്. നമ്മൾ മുന്നേ പോയ വണ്ടി ഉണ്ടായിരുന്നൊരു ബുള്ളറ്റിന് മുന്നേ പാസ് ചെയ്തിരുന്നു പ്ലേസ്. അപ്പോൾ അവർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വണ്ടി ചെറുതായിട്ട് അവിടെ നിന്ന് മറിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി റിസ്ക് എടുക്കാൻ ഇത്തിരി ഭയപ്പെട്ട് പയ്യെ നോക്കി വേണമെങ്കിൽ പോകാൻ, എവിടെ കുഴിയെന്നൊക്കെ നോക്കിയിട്ട്. എന്തായാലും അവർ നേരത്തെ പോയതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി കിട്ടി.
എത്ര ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയുള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഈ കാണുന്ന റോഡില്ലേ, ഇപ്പം ഇതധികം കോൺക്രീറ്റ് ചെയ്തേക്കുന്ന റോഡാണ്, ടാറല്ല, അത് കോൺക്രീറ്റ് റോഡ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ റോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതിനൊക്കെ പായലുണ്ട്, പച്ചപ്പായൽ കയറിയിട്ടുണ്ട്. മഴയും ഈർപ്പുകൊണ്ട് നല്ലോണം പച്ചപ്പായലുണ്ട്. അപ്പോൾ ഈ പച്ചപ്പായലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ എത്ര ബ്രേക്ക് പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വണ്ടി നമ്മുടെ തെന്നും പാളിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കുക. മാമലക്കണ്ടം മഴക്കാലത്ത് വരുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന് കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. അധികം സ്പീഡിലൊന്നും പോരുക, കാരണം നന്നായിട്ട് തെറ്റും. ഇപ്പം ഞാൻ പോകുന്ന വഴി എനിക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, നല്ല രീതിയിൽ വണ്ടി സ്കിഡാവുന്നുണ്ട് ഈ പായലിൽ തട്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ. ഹായ്, അങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ ഇവിടുന്ന് കാണാൻ കിട്ടുന്നുണ്ട്. ഞാൻ വണ്ടി ഇവിടെ പയ്യെ നിർത്താൻ പോവാ. ഇതാണ് മക്കളെ ബ്യൂട്ടി, ഇതാണ് ബ്യൂട്ടി. ആ മലയുടെ കോട ഇറങ്ങണമെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി കാണാൻ. ഇങ്ങനെ ഒരു പാറേൻ്റെ മുകളിൽ നമ്മൾ നിർത്തിയിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ഇതാണ് ശരിക്കും മാമലക്കണ്ടത്തിൻ്റെ ആ ഒരു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഓഫ് റോഡാണ്, പക്ഷെ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ബ്യൂട്ടിഫുള്ളായിട്ട് സ്പോട്ടുകളുണ്ട് കാണാൻ. വണ്ടി പാറപ്പുറത്തേക്ക് കയറ്റി അത്ര എളുപ്പമല്ല ഇറക്കാനെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പയ്യെ സൂക്ഷിച്ച് വണ്ടി എടുത്ത് പാറേൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകളൊക്കെ വണ്ടിയൊക്കെ കയറ്റി നിർത്തി ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് കൺസേൺ. അങ്ങനെ കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ ഒരു അടിപൊളിയായിട്ട് വേറൊരു വ്യൂ പോയിന്റും കൂടെ. ഹായ്, നല്ല രസം. ആ വ്യൂ പോയിന്റും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് നല്ല കയറ്റം വന്നു തുടങ്ങി. ഇപ്പം നല്ല കുത്തനെയുള്ള കയറ്റം ഇത്. ഇപ്പം ഇതിഞ്ഞും ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്. നല്ല കയറ്റം അത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ അധികം ഫസ്റ്റ് ഗിയറിലിട്ടാണ് വണ്ടി വലിച്ചു കയറ്റുന്നത്. ഫസ്റ്റ് സെക്കൻഡ് അവിടെ ഓടുകയുള്ളൂ. ഇനി ചെറുതായിട്ട് കോടയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ കോടയും ചെറുതായിട്ട് വരുന്നുണ്ട്. എന്തായാലും നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള നമുക്ക് സീനറി കാണാൻ കിട്ടുന്ന രണ്ട് സൈഡും റോഡിന്റെ. നമ്മളങ്ങനെ കയറ്റമൊക്കെ കയറി ഇങ്ങനെ വന്നേക്കാണ്. നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. ഫസ്റ്റ് ഗിയറിലിട്ട് വലിച്ചു കയറ്റിയാൽ ശരിക്കും. അപ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെയിലും കോടയും ഒരുമിച്ച് വന്ന് നിൽക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വിശ്രമിക്കാനായിട്ട് 2 മിനിറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ബ്രേക്ക്. കയറി വരാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്കും കുറച്ചും കൂടെ കയറ്റമുണ്ട്, അധികം പിന്നീട് ഇറക്കായിരിക്കും. പിന്നെ അങ്ങോട്ട് ചെന്ന് മാമലക്കണ്ടം ഗ്രാമത്തേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്കൂളിൽ ചെല്ലും. മാമലക്കണ്ടം സ്കൂൾ വരെ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടേക്ക് എത്താൻ ഇനി അധികം നേരെ റിട്ടേണേക്ക് മുമ്പായിട്ട് അവിടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഇപ്പോൾ ഒരു വൈകുന്നേരം 5 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ അധികം ടൈം എടുക്കാതെ തന്നെ തിരിച്ചു വരാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സ്കൂൾ വരെ പോകാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇറക്കിറങ്ങി വന്നു. ഇപ്പോൾ ഇതാ ഇവിടെ ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇനി മാമലക്കണ്ടം വില്ലേജാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇത് മാമലക്കണ്ടം വില്ലേജാണ്. ഇത്ര നേരം വരെ നമ്മൾ വന്ന വഴിയിലൊന്നും വീടുകളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊരു ഫോറസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണുന്നതെല്ലാം വില്ലേജ് ഏരിയയാണ്. ശരിക്കും മാമലക്കണ്ടം ഇത് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് വില്ലേജാണ്. നമ്മളിനി മാമലക്കണ്ടം സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടൊരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചു. ഇവിടെ നേരെയെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല മാമലക്കണ്ടം സ്കൂളിലേക്ക്. വഴി അല്പം മോശമാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ പെയ്ത മഴയിൽ പറ്റിയ ഇവിടെ മരമൊക്കെ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. വഴിയൊക്കെ പോയി കിടക്കാണല്ലോ. ഇവിടെ എന്തോ ശക്തമായ മഴ എന്തോ പെയ്തിട്ടെന്ന് തോന്നുന്നു.
ഓ, അവിടെ എന്തോ ഒരു മരമൊക്കെ വീണ് റോഡ് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. പണിയായിന്ന് തോന്നണേ. ഗൈസ്, ചെറിയൊരു പണി കിട്ടി. അവിടെ ഒരു മരം വീണിട്ടുണ്ട് റോഡിൻ്റെ വട്ട. അപ്പം നമുക്ക് മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാമലക്കണ്ടം ഗ്രാമമാണിത്. ഇപ്പോൾ കാണുന്നത് ചുറ്റും കാണുന്നത് മാമലക്കണ്ടം ഗ്രാമമാണിത്. നമുക്ക് മാമലക്കണ്ടം വില്ലേജ് വരെ വരാനേ പറ്റുള്ളൂ. നമുക്ക് മാമലക്കണ്ടം സ്കൂൾ ആക്ച്വലി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോപ്പുലറായിരിക്കുന്ന ഇടക്കാലത്തൊക്കെ നല്ല പോപ്പുലറായിരിക്കുന്ന സ്കൂളാണ് മാമലക്കണ്ടം സ്കൂൾ. അവിടേക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല, കാരണം വഴി തടസ്സമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവാണ്. ഞാൻ അടുത്തൊരു പ്രാവശ്യം മാമലക്കണ്ടം സ്കൂൾ കാണിക്കാൻ ഞാൻ. അപ്പോൾ ആക്ച്വലി മാമലക്കണ്ടം കൂടി നമുക്ക് അടിമാലിക്ക് പോകാം, ആ റൂട്ടും മൂന്നാർക്ക് പോകാം, മാങ്കുളമൊക്കെ കൂടി മൂന്നാർക്ക് പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട് ശരിക്കും. അങ്ങനെ അധികം ആൾക്കാരങ്ങനെ പോകാറുണ്ടാവില്ല, പക്ഷേ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വഴിയാണ്. ഇച്ചിരി ഓഫ് റോഡിങ് ടൈപ്പൊക്കെ ഉള്ള വഴിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മൂന്നാർ ചിലപ്പോൾ റെഗുലർലി അടിമാലി കൂടിയായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ റൂട്ടും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, അപ്പോൾ 89067 സൈനിങ് ഓഫ് ഫ്രോം മാമലക്കണ്ടം. പിന്നെ ഈ തിരിച്ചുവരുന്ന വഴിക്ക് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനായിട്ട് തോന്നി. അതായത് ഈ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഹൈ സ്പീഡിലൊന്നും ഇറങ്ങി വരരുത്. ഹൈ ഗിയറിലൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുക. ലോ ഗിയറിലിട്ട് ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറൊന്നും വേണ്ട, ഫസ്റ്റ് ഗിയറിലിട്ട് പയ്യെ ഇറക്കി കൊണ്ടുപോയാൽ മതി. ഒരു തിരക്കും പിടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വണ്ടി അപ്പോൾ പാളിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റോട്ടിൽ പായലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പയ്യെ ഇറക്കി കൊണ്ടുപോകാം കേട്ടോ.